ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ഓഫീസിലേക്ക് വരും കേട്ടോ. ഓഫീസിലേക്ക് വരുമ്പോഴെല്ലാം ശ്രുതിക്ക് പഴയ ഓർമ്മകളാണ്. ആദ്യമായി ശ്രുതി കമ്പനിയിൽ വന്നതും അവിടെയുള്ള സ്റ്റാഫുകളെ കണ്ടതും അതുപോലെ തന്നെ അശ്വിനെ ആദ്യമായി കണ്ടതും അശ്വിനായിട്ട് പൊട്ടിത്തെറിച്ചതും വഴക്കുണ്ടാക്കിയത് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൈ ചൂണ്ടി സംസാരിച്ചില്ലേ, ആ കാര്യങ്ങളെല്ലാം ഓർക്കുവാണ് നമ്മുടെ ശ്രുതി. അതിനുശേഷം അശ്വിനായിട്ട് ഈ കമ്പനി തന്നെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞത് മഴയത്തെ കെട്ടിപ്പിടിച്ച സമയത്ത് അശ്വിനെ നെഞ്ചോട് ചേർത്തു എല്ലാം തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കട്ടെ ശ്രുതിക്ക്. അതിനുശേഷം ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണിക്കുന്നത് പിന്നെ ആൻറ്റീനെയാണ്. ആൻറ്റി അശ്വിനെ വിളിക്കുവാണ്. മോനെ അശ്വിനെ, അഞ്ജലി പെട്ടെന്ന് ബോധം കെട്ട് വീണിടാ, കണ്ണ് തുറക്കുന്നില്ല, ഡെഡായ പോലെ കിടക്കുവാണ്, നീ പെട്ടെന്ന് വാ മോനെ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് കാര്യമില്ലല്ലോ, അഞ്ജലി ചത്ത പോലെ കിടക്കുക മോനെ, വേഗം വാ മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാട്ടോ. ആൻറ്റി ഞാൻ ഇപ്പോൾ വരാം ആൻറ്റി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതി ഓഫീസിലേക്ക് വരുമ്പോഴേക്കും അവിടെ ലാവണ്യയും കൂട്ടുകാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ലാവണ്യ ചോദിക്കുന്നുണ്ടോ, എത്തിയോ മഹാറാണി? എത്തി, ഞാൻ അശ്വിൻ സാറിനെ കാണാൻ വേണ്ടി വന്നത്, എവിടെ അങ്ങേരെന്നൊക്കെ പറയുമ്പോഴേക്കും എന്താ നീ ജോലി വെറുതെ രാജിവെക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ റിസൈൻ ചെയ്യാൻ പോകുന്നു പറയുമ്പോൾ അവിടെ കൂട്ടുകാരത്തികളൊക്കെ ചിരിക്കുക കേട്ടോ. സ്മിത്ത് ലാവണ്യ ചോദിക്കണ്ട, അപ്പോൾ നീ തോൽവി സമ്മതിച്ചു അല്ലേടി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തോൽവി സമ്മതിച്ചൊന്നുമല്ല, ഞാൻ തോറ്റിട്ടുണ്ടോയെന്ന് ഇവിടെ ആർക്കെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്ക്, എനിക്ക് ഈ കമ്പനി ജോലി നന്നായിട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പേക്കൂത്ത് നടക്കാനൊന്നും അറിയില്ല. എനിക്ക് ഈ കമ്പനി ജോയിൻ ചെയ്തപ്പോഴാണ് മനസ്സിലായി, ഈ കമ്പനിയിലെ ജോലിയല്ല ചെയ്യേണ്ടത്, പേക്കൂത്തും പുകഴ്ത്തലും നടത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, എനിക്കതിനെ കൊണ്ടൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്യുവാണ് എന്ന് പറയുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന അഞ്ജലിനെയാണ്. അഞ്ജലിനെ ഡോക്ടർ വന്ന് പരിശോധിക്കുന്നുണ്ട്. അഞ്ജലി കണ്ണൊക്കെ തുറന്നിട്ടുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട് വ്രതവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെയാണ്, പക്ഷേ സ്വന്തം ആരോഗ്യം നോക്കണമെന്നൊക്കെ പറയാണ്. അഞ്ജലി ഒട്ടും ഹൈഡ്രേറ്റഡ് അല്ല, അനീമിക്കാണ്, ബ്ലഡ് ഒട്ടും ഇല്ല, പ്രഷർ കുറഞ്ഞതിൻ്റെ പ്രശ്നമാണ് ഈ സംഭവിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നോർമലാണ് ആൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അഞ്ജലി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഡോക്ടർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി ഒരു ഗ്ലാസ് ചായയായിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ചായ അല്ല പാലായിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും അശ്വിൻ വരുന്നുണ്ട്. എന്താ ചേച്ചിക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി പറയുന്നുണ്ട്, മനോരമ പറയുന്നുണ്ട്, മോനെ അഞ്ജലിക്ക് പെട്ടെന്ന് ബോധം കെട്ട് വീണ് കണ്ണൊന്നും തുറക്കുന്നില്ല, ഞങ്ങൾ ആകെ പേടിച്ചു പോയി എന്ന് പറയുവാണ്. ആ സമയത്ത് ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് അശ്വിൻ എന്താ ഡോക്ടറെ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് തൻ്റെ സിസ്റ്റർ വ്രതവും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, എല്ലാം നല്ലത് തന്നെയാണ്, പക്ഷേ സ്വന്തം ആരോഗ്യം കൂടി നോക്കണം, ഒട്ടും ആരോഗ്യം കുറവാണ് അഞ്ജലിക്ക്, പിന്നെ പ്രഷറും കാര്യങ്ങളും വേറെ, അതിനിടയ്ക്ക് ബ്ലഡ് കുറവും, അതുകൊണ്ട് ഈ സമയത്ത് മരുന്നും കാര്യങ്ങളല്ല, നല്ല ആരോഗ്യമുള്ള ഫുഡാണ് കഴിക്കേണ്ടത് എന്നൊക്കെ അശ്വിനോട് പറയാൻ ഡോക്ടർ. അതിനുശേഷം നമ്മുടെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് പാല് മേടിച്ചിട്ട് അശ്വിൻ നമ്മുടെ ചേച്ചിക്ക് കൊടുക്കുന്നുണ്ട്. ചേച്ചി ഈ പാല് കുടിക്കുക എന്ന് പറയുവാണ്. അശ്വിൻ പാല് കൊടുക്കുമ്പോഴേക്കും അഞ്ജലി ആ പാല് കുടിക്കുകയാണ്. അതിനുശേഷം ഡോക്ടർ പോകുന്നുണ്ട്. ഡോക്ടർ പോയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനോരമ പറയുന്നുണ്ട്, ഷോ എന്നാലും അഞ്ജലി നീ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ പറയുവാണ്. ആൻറ്റി എത്ര പെട്ടെന്ന് ഹോം നേഴ്സിനെ വെക്കണം എന്ന് പറയുമ്പോൾ നല്ല കാര്യം, ഞാൻ ഹോം നേഴ്സിനെ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനോരമ അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. അതിനുശേഷം മനോരമ പോകുന്ന നേരെ ഭർത്താവിൻ്റെ അടുത്തേക്ക് കണ്ട് പറയുന്നുണ്ട്, അതെ ഏട്ടാ എനിക്കൊരു സംശയം, എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അഞ്ജലിയുടെ ഭർത്താവുണ്ടല്ലോ, അവൾക്ക് ഇത്ര സീരിയസ് ആയിട്ട് പോലും ഒന്ന് വിളിച്ചു പോലില്ല, അത് അയാൾ തിരക്കിലായിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ലെന്നേ, എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നു, അയാൾക്ക് അവിടെ വേറൊരു ബന്ധം ഉണ്ടെന്ന് തോന്നുന്നത്, നീ വെറുതെ അനാവശ്യം പറയരുത്, അയാൾ നല്ലൊരു ചെറുപ്പക്കാരനാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടാ അങ്ങനെയൊന്നുമല്ല, എനിക്ക് നേരത്തെ തൊട്ട് സംശയം തോന്നണ്ട, അയാൾ കറക്റ്റ് സമയത്തൊന്നും അഞ്ജലിനെ വിളിക്കാറും അന്വേഷിക്കാറും ഒന്നുമില്ല, അതിൻ്റെ അർത്ഥം എന്താ, ആൾക്ക് വേറെ അവിടെ എന്തോ ബന്ധമുണ്ടെന്നല്ലേ? അതെ, അത് സത്യം തന്നെയാന്ന് പറയുമ്പോൾ നിൻ്റെ അനാവശ്യ കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലെന്ന് പറയുവാണ് ചേട്ടൻ. അതിനുശേഷം നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് അശ്വിനോട്, അശ്വിനെ നിൻ്റെ ഈ പിടിവാശിയും വാശിയൊക്കെ മറ്റുള്ളവരെ എന്തുമാത്രം വിഷമിപ്പിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ? ഈ സമയത്ത് ഞാൻ ഞങ്ങളുടെ അച്ഛനും അമ്മേനെയും കുറിച്ച് ആലോചിച്ച് പോവാം, അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കരയുവാട്ടോ അഞ്ജലി. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ കരയല്ലേ, നോക്ക് അച്ഛനും അമ്മയുടെ കുറവ് വലിയൊരു കുറവ് തന്നെയാണ്, പക്ഷെ എനിക്ക് ആ കുറവ് തോന്നിയിട്ടില്ല, കാരണം എന്താണെന്നറിയാവോ, ചേച്ചി എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു കുറവും തോന്നിയിട്ടില്ല ചേച്ചി എന്ന് പറയുകയാണ്. എനിക്ക് മനസ്സിലായി ചേച്ചിയുടെ വിഷമം എന്താണെന്നൊക്കെ. ചേട്ടൻ 2 ദിവസമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല, അതിൻ്റെ വിഷമവും ടെൻഷനും ചേച്ചിക്ക് ഓൾറെഡി ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഞാനും കൂടി പിടിവാശി കാണിക്കണം, ഇതൊക്കെയല്ലേ എൻ്റെ പൊന്നു ചേച്ചിയുടെ വിഷമം, ചേട്ടൻ എന്നെ ഇപ്പം തന്നെ വിളിക്കാം, എത്രയും പെട്ടെന്ന് വരണമെന്ന് പറയാം, വേണ്ടടാ വരാമെന്ന് പറയാമെന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അങ്ങോട്ട് ഫോൺ എടുക്കാൻ വേണ്ടി പോണ സമയത്താണ് വേറൊരു ഫോൺ അശ്വിന് വരുന്നത്, സെക്യൂരിറ്റി ആയിട്ട് വിളിക്കുന്നത്. അശ്വിൻ സർ, ശ്രുതി മേഡം വന്നിട്ടുണ്ട്, സാറിനെ കാണാൻ വേണ്ടി വരാൻ പറയൂ എന്ന് പറയുവാണ്. അങ്ങനെ ശ്രുതി ഗേറ്റൊക്കെ തള്ളി തുറന്നിട്ട്
അകത്തേക്ക് കയറുവാട്ടോ. ശ്രുതിയെ എന്തിനാ വന്നതെന്നറിയാണ്ട് അശ്വിൻ അവിടെ തന്നെ നിൽക്കുവാണ്. ആ സമയത്താണ് ശ്രുതി അശ്വിൻ്റെ മുമ്പിലേക്ക് വരുന്നത്. ശ്രുതി വരുന്നതും അശ്വിൻ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആ ശ്രുതിയോ, എന്താ ശ്രുതി, സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആഹാ നല്ല ചോദ്യം, നിങ്ങളുടെ വായിന്ന് കേൾക്കാൻ പറ്റിയ ചോദ്യം തന്നെ. ഒരു പാവപ്പെട്ട പെൺകുട്ടിനെ ഒരു ഇടിഞ്ഞു പൊടിഞ്ഞ് വീഴാൻ പോയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അയാൾ ചോദിക്കുന്ന ചോദ്യം കണ്ടില്ല, സുഖമാണോ എന്ന്. എന്നാൽ നിങ്ങൾ കേട്ടോ, സുഖമാണ്, എനിക്ക് നല്ല സുഖമാണ് കേട്ടോ. ഇന്നലെ രാത്രി മുതൽ എനിക്ക് നല്ല സുഖമാണ്. ഞാനൊരു തീരുമാനമെടുത്ത് ആ തീരുമാനമെടുത്തേ പിന്നെ എനിക്ക് എന്തൊരു സമാധാനമാണെന്ന് അറിയാവോ. നിന്നോട് ഞാനൊരു അപ്പോഴേക്കും അശ്വിൻ പറയാൻ വരുമ്പോഴേക്കും നിങ്ങളൊന്നും പറയണ്ട, ഞാൻ പറയണത് ആദ്യം അങ്ങോട്ട് കേൾക്കൂ. നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടവും അതുപോലെ ബഹുമാനമൊക്കെ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം അങ്ങോട്ട് പറയട്ടെ. ഞാനൊരു കാര്യം തീരുമാനിച്ചു, നിങ്ങളുടെ കമ്പനിയുടെ ജോലി നിർത്താൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോഴേക്കും അശ്വിനാകെ ഞെട്ടിപ്പോവാണ്. ഇതാ എൻ്റെ റിസൈൻ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ശ്രുതി പറയുന്നിടത്താണ് എപ്പിസോഡ് ചെയ്യുന്നത്. മറ്റൊരു വീണ്ടും കാണാം. ബൈ ബൈ.